ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഇതിലപ്പാറ പാലെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല വ്യൂ ആണ്. അപ്പോൾ ഇനി 10 കിലോമീറ്ററാണ് ആതിരപ്പള്ളിക്കുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് കാടാണ്. അപ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ട് കാട്ടിൽ കൂടെ പോകാൻ. എന്നാലേ നമുക്കൊന്ന് പോയേക്കാം. ഇപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ചെക്ക് പോസ്റ്റ് വരെ കാടാണ്. അപ്പോൾ കാട്ടിൽ കൂടെ നമുക്ക് പോകാൻ തുടങ്ങാം. കാരെ കൂട്ടിയിട്ട് ഇങ്ങനെ വൈക്കുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കാർപ്പ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നല്ല രസമാണ് കാർപ്പ വെള്ളച്ചാട്ടം. പോസ്റ്റ് കടന്നിട്ടുണ്ട്. ബാക്കിൽ കാണാനാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങനെ പോവാണ്. കൊടും കാടാണ്, ചെറും കാടാണ്. കാട്ടുകൂടെയാണ് ഈ സഞ്ചാരം. അപ്പോൾ കാട്ടുകൂടെ വരെ കൂടെ പോയവരൊക്കെ മറക്കാതെ കമൻറ്റ് ചെയ്യണം. ഇതൊരു കാടിൻ്റെ നടുത്തൊരു ഗ്രാമമാണ്. കുറച്ച് വീടും കുറച്ച് കടയും കപ്പാടായിട്ട് കാണുമ്പോൾ ഒരു പാലം കൂടി എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി ഉള്ളൂ കാട്ടിന്ന് പുറത്തേക്ക് ഇനി കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ നമ്മൾ കാട്ടിൽ സഞ്ചാരം ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആനക്കയം പാലം എത്തിയിരിക്കുകയാണ്. ബാഹുബലി ഷൂട്ട് ചെയ്ത പാലാണ് ഗൈസ്. നമുക്ക് പോവാം. ഇതാണ് ഷോളയാർ പവർ ഹൗസ്. കാട്ടുകൂടെയുള്ള സഞ്ചാരം 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി ഉള്ളൂ ഇനി കാട്ടിൽ നിന്ന് പോകാൻ. ഇതാണ് ഗൈസ് ഷോളയാർ ഡാം വ്യൂ പോയിന്റ്. നല്ല ആവി പറക്കണ ദോശയും അതിക്ക് ആവി പറക്കണ സാമ്പാറും. ഇനി ആവി എങ്ങനെയാണ് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര? കൊള്ളാം. ഇത് തമിഴ്നാട്ടിലുള്ള ചെറിയൊരു ഗ്രാമമാണ്. ഇവിടെ നല്ല തേയിലത്തോട്ടവും
രസമുള്ള സ്ഥലമാണ് ഗൈസ്. എന്തായാലും നിങ്ങൾ വാൾപ്പാറയിലൊന്ന് വരണം. നല്ല കിട്ടുന്ന സ്ഥലമാണ് വാൾപ്പാറ. വാൾപ്പാറ എന്നാൽ ഇവിടെ ഒന്ന് സന്ദർശിക്കാതെ നിങ്ങൾ പോകരുത്. ഒരാൾക്ക് 100 റുപ്യ, പുറമെ വണ്ടിക്കും ഒരു 100 റുപ്യ. ഇതാണ് തലനാരി വ്യൂ പോയിന്റ്. നമുക്ക് ഇനിയും ഇതിന്റെ മേലെ കയറാം. മക്കളെ, ഇതൊക്കെയാണ് വ്യൂ പോയിന്റ്. വാൾപ്പാറ വന്നിട്ട് നിങ്ങൾ ഇത് സന്ദർശിച്ചിട്ടില്ല, പിന്നെ എന്തിനാ നിങ്ങൾ വരുന്നത്? അങ്ങോട്ട് വ്യൂ പോയിന്റ്. നിങ്ങൾ വാൾപ്പാറ വന്നിട്ട് ഇത് സന്ദർശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ വരുന്നത്? അജാതി വ്യൂ പോയിന്റ് അല്ലേ. വാൾപ്പാറ വരുമ്പോൾ ഇത് മിസ് ചെയ്യാതെ ശ്രമിക്കുക. മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ വരാം. നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ട്, കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് പിന്നില്. നോക്കൂ. ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നഷ്ടമാവും. 100 റുപ്യ പോകണമെന്ന് നോക്കണ്ട. വീഡിയോ എടുക്കട്ടോ. ഇല്ല, എടുത്തോണ്ടിരിക്കാം. വീഡിയോ കിട്ടി, എടുത്തോണ്ടിരിക്കാം. ലോക്ക് തുറക്കാതെ എടുത്ത്. വാൾപ്പാറയിൽ ഏറ്റവും വൃത്തിയും ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഇത്. ഇറങ്ങാൻ പോകുന്നത് ഈ ഇറങ്ങാൻ ഡാമാണ്. അകത്തുനിന്നൊരു ബസ് വരുന്നുണ്ട്, KSRTC ആണ്. നമ്മള് ഇനി പോകാൻ പോകുന്നത് ആ താഴത്തെ
എന്നിട്ട് അവിടേക്കാണ് അവിടെ ചെന്നിട്ട് ഈ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പോയ മല. എന്നിട്ട് അവിടെ പറഞ്ഞില്ലേ അതിലതൊരു പുഴ ഉണ്ടെന്ന്, ആ പുഴയാണ് ഗൈസ് ഇത്. അപ്പോൾ ഗൈസ് നമ്മുടെ വാൾപ്പാറ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.